വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്നൊരു ഹൈദരാബാദി ഹലീസിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ ചിക്കനും ഗോതമ്പും വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാവുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പി നോക്കാം. ഈ ഹലീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ ഗോതമ്പ് എടുക്കുന്നുണ്ട്. ഇത് ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അളവിലുള്ള ഗ്ലാസ്സാണ്. വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് അളവിൽ ഗോതമ്പ്, 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത് വെക്കുക. നേരത്തെ കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. ഇനി ഈ ഗോതമ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്ത 2 ഗ്ലാസ്സിന് കറക്റ്റ് 6 ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കണം. നിങ്ങൾ 1 ഗ്ലാസ് ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർക്കണം. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. കുതിർത്ത് വെച്ച ഗോതമ്പ് 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് ചേർത്തത് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ മുറിച്ചത് കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 2 കഷ്ണം പട്ട കൂടെ ചേർക്കുകയാണ്. ഇത് വെന്ത ശേഷം ഈ പട്ടയും പച്ചമുളകും ഒക്കെ നമുക്ക് എടുത്ത് മാറ്റണം. ഇനി കുക്കറിൻ്റെ മൂടി അടച്ച് 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ അവിടെ ഒരു 1/4 കിലോ അളവിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കിലോ ഗോതമ്പിന് 1/4 കിലോ അളവിൽ ചിക്കൻ മതിയാവും. ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി, നന്നായി അരിയുന്നതായിരിക്കും നല്ലത്. ഞാൻ അവിടെ തൽക്കാലം ചതച്ചെടുക്കുകയാണ്. ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചാലും മതി. പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിലടിപ്പിച്ചാൽ മതിയാവും. ഞാൻ ഇവിടെ പാത്രത്തിലാണ് വേവിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഗോതമ്പ് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇത് 5ാമത്തെ വിസിലാണ്. ഇത് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ കുക്കർ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ റെഡിയാക്കാനുണ്ട്. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇത്രയും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 2 ചെറിയ സവോള നീളത്തിലെറിഞ്ഞത് കൂടെ ചേർക്കാം. സവോള വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി. ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇത് ഏകദേശം ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട, ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും. ഇനി നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് കഷ്ണങ്ങൾ മാത്രം കോരിയെടുത്തിട്ട് എല്ല് മാറ്റി ചെറിയ ചെറിയ പീസസായി നുള്ളിയിട്ടോ മുറിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ വെക്കണം. ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് ഗോതമ്പിലേക്ക് ചേർക്കാൻ വേണ്ടി വേണം, അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ സവോളയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഈ ഗോതമ്പ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല, അത് വറ്റിക്കോളും. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് വറ്റിക്കോളും. ഇപ്പം ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള പട്ടയും പച്ചമുളകിൻ്റെ പീസസൊക്കെ നമുക്ക് പതുക്കെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം. നമ്മൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച വെള്ളം ഇതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ചിക്കൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഗോതമ്പിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഇതിനകത്ത് ചേർക്കുന്നത്. മുഴുവൻ സ്റ്റോക്കും ഇതിലേക്ക് ചേർക്കാം, വറ്റിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, എല്ല് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാം. ചിക്കൻ്റെ പീസസ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ചിക്കൻ ഇതിപ്പോൾ 1/4 കിലോ അളവിലാണുള്ളത്. കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് അളവിൽ പാല് കൂടി ചേർക്കണം. ഇത് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. 1.5 ഗ്ലാസ് പാലുണ്ട്. ആദ്യം 1 ഗ്ലാസ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും.
ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കുറുകി വന്നോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് കൂടി പാൽ ചേർക്കാം. ഇപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് അളവിൽ പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. സവാളയും വെളുത്തുള്ളിയും കൂടെ വറുത്ത് വെച്ചതാണിത്. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർക്കാം. ഗരം മസാലയുടെ അളവ് കൂടരുത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർക്കാം. ഇനിയൊന്നും ചേർക്കാനില്ല, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്